19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗമെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പൈശാചികവും വളരെ വേദനാജനകമായ ഒരു കാലഘട്ടമായിരുന്നു. റോഡ് ഐലൻഡിലാണ് ജോർജ് ബ്രൗണും ഭാര്യ മേഴ്സി ബ്രൗണും താമസിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ക്ഷയരോഗം എന്നത്. മരുന്നില്ല, വാക്സിനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. മരിക്കുന്നവരുടെ എണ്ണമാണോ വിരലിലെണ്ണാവുന്നതിൽ കൂടുതലും. അധികം വൈകാതെ തന്നെ ജോർജ് ബ്രൗണിൻ്റെ കുടുംബത്തെയും ക്ഷയരോഗം ബാധിച്ചു. ക്ഷയരോഗത്തെ തുടർന്ന് തൻ്റെ ഭാര്യ മരിച്ചുപോയി. വൈകാതെ തന്നെ തൻ്റെ മൂത്ത മകളും മരണമടഞ്ഞു. തൻ്റെ ഭാര്യയുടെ മരണം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളും മരിച്ചു. 1891 ജോർജ് ബ്രൗണിൻ്റെ ഇളയ മകളായ മേഴ്സി ബ്രൗൺ മരിക്കുന്നത്. അതും ഇതേ അസുഖത്തെ തുടർന്ന്. അദ്ദേഹത്തിൻ്റെ ഏക മകനായ എഡ്ഡിക്കും ഇതേ അസുഖം വന്നിരുന്നുവെങ്കിലും എഡ്ഡി മരിച്ചിരുന്നില്ല. ജോർജ് ബ്രൗണിൻ്റെ കുടുംബത്തിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇത്തരം മരണങ്ങൾ കാരണം സ്വാഭാവികമായും അയൽവക്കക്കാർക്കും അതുപോലെ തന്നെ ജോർജിൻ്റെ സുഹൃത്തുക്കൾക്കും ചില സംശയങ്ങൾ ഉളവാക്കി. ഇതേ സംശയങ്ങളെ തുടർന്ന് 1892 മാർച്ച് 17 ജോർജ് ബ്രൗണിൻ്റെ കുടുംബാംഗങ്ങളുടെ കല്ലറ പൊളിക്കാൻ തീരുമാനമാകുന്നു. തുടർന്ന് ഡോക്ടർ ഹരോൾഡിൻ്റെ നേതൃത്വത്തിൽ ജോർജ് ബ്രൗണിൻ്റെ കുടുംബാംഗങ്ങളുടെ കല്ലറകൾ പൊളിക്കുകയും ഡെഡ് ബോഡികൾ എടുത്ത് പുറത്തിട്ട് പരിശോധിക്കുകയും ചെയ്തു. ജോർജ് ബ്രൗണിൻ്റെ മൂത്ത മകളുടെയും ഭാര്യയുടെയും ഡെഡ് ബോഡികൾ നല്ല രീതിയിൽ അഴുകിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ജോർജ് ബ്രൗണിൻ്റെ ഇളയ മകളായ മേഴ്സി ബ്രൗണിൻ്റെ ശവശരീരം അധികം ജീർണിച്ച അവസ്ഥയിലല്ലായിരുന്നു. മാത്രമല്ല ജോർജ് ബ്രൗണിൻ്റെ ഇളയ മകളായ മേഴ്സിയുടെ ഹൃദയത്തിൽ നിന്നും അന്നേരവും ചോര പൊടിയുന്നുണ്ടായിരുന്നു. ഇത്തരം ഫൈൻഡിങ്സ് കാരണം സ്വാഭാവികമായും മേഴ്സി ബ്രൗൺ ഒരു വാമ്പയർ ആണെന്നും തൻ്റെ മകനായ എഡ്ഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മേഴ്സിയാണെന്നും കുടുംബാംഗങ്ങളുടെ മരണത്തിന് കാരണം മേഴ്സിയാണെന്നും ആളുകൾ പറഞ്ഞു വരുത്തി. അന്ധവിശ്വാസവും അനാചാരങ്ങളും വളരെ കൊടികുത്തി വാണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നുകൊണ്ട് തന്നെ ഈ വാമ്പയർ കഥയും പെട്ടെന്ന് സ്പ്രെഡായി. തൻ്റെ കുടുംബത്തിലെ ഈ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ജോർജ് ബ്രൗൺ ചെയ്തത് തൻ്റെ മകളായ മേഴ്സി ബ്രൗണിൻ്റെ ഹൃദയവും കരളും കത്തിച്ച ചാരം കൊണ്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി. ഈ ലിക്വിഡ് വെച്ചിട്ട് തൻ്റെ കുടുംബത്തിലുള്ള ദോഷങ്ങൾ നീക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ തൻ്റെ മകനായ എഡ്ഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പോക്കാൻ പറ്റുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അവസാനം തൻ്റെ മകനായ എഡ്ഡി ബ്രൗണും മരണമടഞ്ഞു. കുടുംബത്തിൽ ക്ഷയരോഗം വന്ന് മരിക്കാത്ത ഒരാളായി മാത്രം ഒതുങ്ങി ജോർജ് ബ്രൗൺ. പക്ഷെങ്കിൽ 1922 ബാക്ടീരിയസ്റ്റായ ക്യാബിൽ വരുന്നത് വരെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ ഈ ചുരുങ്ങിയ കാലയളവ് തന്നെ ധാരാളമായിരുന്നു. ക്യാബിൽ വന്ന് ഒരു ബിജിസി വാക്സിൻ കണ്ടുപിടിക്കുകയും ഇംഗ്ലണ്ടിൻ്റെ ക്ഷയരോഗം പോക്കുകയും ചെയ്തു. ക്യാബിൽ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത ക്ഷയരോഗത്തെ പോലും മാറ്റാൻ സാധിക്കുന്ന ഒരു വാക്സിനാണിതെന്നാണ്. റോഡ് ഐലൻഡിലെ ആളുകൾക്ക് രോഗശാന്തി വന്നെങ്കിലും മേഴ്സി ബ്രൗൺ ഇന്നും ദുരൂഹത നിറഞ്ഞൊരു കഥാപാത്രമായി തുടരുന്നു. ദുരൂഹത നിറഞ്ഞൊരു കഥാപാത്രമായി മേഴ്സി ബ്രൗൺ ഇന്നും ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ സെമിത്തേരിയിൽ ഉറങ്ങുന്നുണ്ട്.